നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മളെ ഏറ്റവും നന്നായി ട്രീറ്റ് ചെയ്യുക, അവരെ സന്തോഷിപ്പിക്കുക, അവർക്ക് സർപ്രൈസൊക്കെ കൊടുക്കുക, അത് നമ്മളെ ഒരുപാട് ഹാപ്പി ആക്കും അല്ലേ. അപ്പോൾ ഈ പ്രാവശ്യത്തെ വാലൻറ്റൈൻസ് ഡേക്ക് നമ്മളെ പാർട്ട്ണറെ ഹാപ്പിയാക്കാൻ ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പുഡിങ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ പാർട്ട്ണർക്ക് വേണ്ടിയാണേ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണെങ്കിലും കേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റും അതേപോലെ തന്നെ കാണാൻ നല്ല ലുക്കുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇതാ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നല്ലേക്കൊന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഓവർ വിപ്പിംഗ് ആറ്. പിന്നെ ഇതാ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് കുറച്ച് പാലും അതിലേക്ക് പാൽപ്പൊടിയും പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ വേണ്ടത് കുറച്ച് ആവശ്യത്തിനുള്ള പഞ്ചസാരയും, ഇത് മൂന്നും ഇട്ട് കൊടുത്തിട്ട് നല്ലേക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് നല്ലേക്കൊന്ന് ചൂടാക്കിയെടുക്കണം. ഈ പാൽപ്പൊടിൻ്റെ കട്ടയൊക്കെ അന്നേരം നല്ലേക്കൊന്ന് മിക്സായിട്ട് വരും. ഒരുപാട് അങ്ങ് ചൂടാക്കിയെടുക്കേണ്ട, പാലൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. അപ്പോഴത്തേക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ അതൊന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് അനാറാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് അനാറ് പുഡിംഗ് ആണെന്ന് പറയാം. ഇനി ഇതാ ഇതേപോലെ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ട് അതിലേക്ക് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയറായിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചൂടാക്കിയെടുത്ത പാലിൻ്റെ മിക്സില്ലേ അതിതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബ്രെഡൊക്കെ നന്നായിട്ട് ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് സോക്ക് ചെയ്ത് വരുന്ന രീതിയിൽ എല്ലായിടത്തേക്കും ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത വിപ്പിംഗ് ക്രീമില്ലേ അതിതാ ഇതേപോലെ മേലെ സെക്കൻഡ് ലെയറായിട്ട് ഫുള്ളായിട്ടൊന്ന് ആയി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അനാറ് ഇതേപോലെ നിറച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക, ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കണേ. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പാലിൻ്റെ മിക്സിലെ അതിലേക്ക് കസ്റ്റേർഡ് പൗഡറും വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, ആ ഒരു ഫ്ലേവറും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ പിന്നത്തെ ലെയറായിട്ട് ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് നേരത്തെ പോലെ തന്നെ ആ പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ വിപ്പിംഗ് ക്രീം ഇതേപോലെ ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ ചെയ്യാം. ഇതേപോലെ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുത്താൽ നല്ല രസമുണ്ടാവും കാണാൻ. ഞാനിപ്പോൾ ഇങ്ങനെ ആയി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ആയി കൊടുത്തിട്ട് മേലെ നമുക്ക് നട്ട്സോ അനാറോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇതേപോലെ കുറച്ച് അനാറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഏറ്റവും ഈസി ആയിട്ട് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. നമ്മളെ പാർട്ട്ണറെ സന്തോഷിപ്പിക്കാൻ ഇങ്ങനെയുള്ളൊരു ഐറ്റംസൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. പക്ഷേ ഈ വാലൻറ്റൈൻസ് ഡേക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ഫീല് വേറെ തന്നെയല്ലേ. അപ്പം ഇതിൻ്റെ കളർ കോമ്പിനേഷനും എനിക്ക് നല്ല ഇഷ്ടമായിനെ. ഒരു റെഡ് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് കാണുമ്പോൾ തന്നെ നല്ല രസമില്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ പാലിൻ്റെ മിക്സില്ലേ അത് കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ ഇതാ സെർവ് ചെയ്യുമ്പം അതിൻ്റെ മേലേക്ക് ഇതേപോലെ ഒഴിച്ച് കൊടുത്താൽ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.